നമസ്കാരം. വാരാന്ത്യ വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന തലക്കെട്ടുകളിലൂടെ. ഇഡി കുറ്റപത്രത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന, നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് എം വി ഗോവിന്ദൻ. പി വി അൻവർ യുഡിഎഫുമായി സഹകരിച്ചു പോകുമെന്ന് കെ സുധാകരൻ. അൻവറിന്റെ വോട്ടും നിർണായകം. ചിറക്കൽ റെയിൽവേ സ്റ്റേഷന് താഴുവീഴില്ല, തുടർന്നും പ്രവർത്തിക്കാനുള്ള ഉത്തരവിറക്കി കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കലക്ട്രേറ്റിൽ റവന്യൂ റിക്കവറി വിഭാഗത്തിൽ വിജിലൻസ് റെയ്ഡ്, കണ്ടെത്തിയത് 500-ലധികം പരാതികൾ. ക്യാമ്പസുകളിൽ ഗുണ്ടാസ്വരം വീണ്ടും. പരിയാരത്ത് MBBS വിദ്യാർത്ഥിക്ക് നേരെ SFI നേതാവിന്റെ ഭീഷണി. കലിതുള്ളി കാലവർഷം, അപകട പരമ്പരകൾ. ശക്തമായ കാറ്റും വെള്ളപ്പൊക്കവും ജനജീവിതം ദുസ്സഹമാക്കി. മതിലിടിഞ്ഞും അപകടം. പാടിയത് ഒരേയൊരു പാട്ട്. ശ്രീധരൻ കീഴടക്കിയത് മില്യണിലധികം ആസ്വാദകരെ. വോയിസ് ആൻഡ് സോളോയിങ് പ്രശ്നങ്ങൾക്ക് സമഗ്ര ചികിത്സ. ക്ലിനിക്കിന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തുടക്കം. കേരളത്തിൽ ആദ്യമായി സൗജന്യ റെഡ് ആംബുലൻസ് സേവനവുമായി കിം ശ്രീചന്ദ് സഹകരിച്ച് ഇന്ത്യയിലെ മുൻനിര ആംബുലൻസ് സേവനദാതാക്കൾ. നോക്കാം വിശദമായ വാർത്തകൾ. ഇഡി കുറ്റപത്രത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് എം വി ഗോവിന്ദൻ. നിയമപരമായും രാഷ്ട്രീയപരമായും ഇക്കാര്യം നേരിടും. കള്ളക്കേസെടുത്താൽ പാർട്ടിക്കും സർക്കാരിനും ഒരു ചുക്കും സംഭവിക്കില്ലെന്നും ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു. മുമ്പ് ഇഡി 193 കേസെടുത്തു. പക്ഷേ 2 കേസുകളിലാണ് ശിക്ഷിക്കപ്പെട്ടതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. തൃശൂരിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും പാർട്ടി വെറുതെ വിടില്ല. എന്നാൽ ഇഡിയുടെ കണ്ടെത്തൽ അംഗീകരിക്കുന്നില്ലെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. രാഷ്ട്രീയ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇഡി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് സുപ്രീം കോടതി അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേരളത്തിലെ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയാക്കപ്പെട്ട ഉന്നത ഇഡി ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ കേസ് അഭിമുഖീകരിച്ചു ചെയ്യുന്ന ഈ പശ്ചാത്തലത്തിൽ CPIMനെ ഒരു പ്രതിയായി കളയാം എന്നുള്ള ധാരണയോടുകൂടി ഇഡി മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല, പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരെയും കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ട് ചേർത്തുകൊണ്ട് കേസിൽ പ്രതികളാണ് എന്ന് വരുത്തി തീർക്കാനും പ്രചരണം നടത്താനും വേണ്ടിയുള്ള ബോധപൂർവമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇഡി യഥാർത്ഥത്തിൽ നടത്തിയിട്ടുള്ളത്. ഇഡി 2-3 കാര്യങ്ങളാണ് നിർവഹിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രമുഖ നേതാക്കന്മാർക്കെതിരായിട്ട് ഇല്ലാ കഥയുണ്ടാക്കി കേസുണ്ടാക്കുക. രണ്ടാമത്തെ കാര്യം, ഭരണകക്ഷിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏറ്റവും പ്രമുഖരായ ആളുകൾ വലിയ സാമ്പത്തിക കുറ്റം തന്നെ ചെയ്താലും നമുക്കറിയുന്നത് പോലെ വളരെ ഗൗരവമുള്ള പണം, കുഴൽപ്പണം വെടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം 9 കോടിയിലധികം രൂപ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിലേക്ക് കൊണ്ടുവന്ന് ചാക്കിൽ കെട്ടി അതൊക്കെ വിതരണം ചെയ്യുന്നതിനിടയിലാണ് പോലീസിൻ്റെ പിടിയിൽപ്പെട്ട് RSകാർക്കും BJPക്കാർക്കും നല്ല ബന്ധമുണ്ട് എന്ന് കൃത്യമായിട്ട് അന്നത്തെ ഓഫീസ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കപ്പെട്ട കേസിൽ നിന്ന് പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തി. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്തിമ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം വി ഗോവിന്ദൻ. CPM പാർട്ടിയും തൃശൂർ ജില്ലയിലെ 3 CPIM ജില്ലാ സെക്രട്ടറിമാരെ അടക്കം പ്രതികളാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അന്തിമ കുറ്റപത്രത്തിൽ പുതുതായി 27 പ്രതികൾ കൂടിയുണ്ട്. AC മൊയ്തീൻ MLA, MM വർഗീസ്, K രാധാകൃഷ്ണൻ MP എന്നീ മുൻ ജില്ലാ സെക്രട്ടറിമാരാണ് പ്രതികളായി ഉള്ളത്. CPM ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറിയായിരുന്ന KC പ്രേമരാജനും പ്രതിയാണ്. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. PV അൻവർ UDFുമായി സഹകരിച്ചു പോകുമെന്ന് മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ. അൻവറിന് അദ്ദേഹത്തിന്റേതായ അഭിപ്രായമുണ്ട്. അത് തൽക്കാലം അംഗീകരിക്കാനാവില്ല. UDFുമായി അൻവറിന് ഒരു പ്രശ്നവുമില്ലെന്നും സുധാകരൻ പറഞ്ഞു. അൻവർ ഇഴഞ്ഞിട്ടില്ല. ആവശ്യം അംഗീകരിക്കാത്തതിലുള്ള നീരസം സ്വാഭാവികമാണെന്നും അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും UDFിനെ ബാധിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അൻവറിന് നീരസം വന്നു. എന്നാൽ അത് UDFുമായുള്ള അൻവറിന്റെ ബന്ധത്തെ പോറലേൽപ്പിക്കാൻ പോകുന്ന ഒന്നല്ല. തിങ്കളാഴ്ച രാത്രി അൻവറുമായി വിശദമായി സംസാരിച്ചിരുന്നു. അൻവറിന് അഭിപ്രായ വ്യത്യാസമുണ്ടാകും. അത് സ്വാഭാവികമാണ്. ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദിന്റെ ചരിത്രം തന്നെ മലപ്പുറം മണ്ണിനെ ഇളക്കിമറിക്കുന്ന ഒന്നാണ്. ആ വികാരത്തിന്റെ പ്രതിപുരുഷനാണ് ഷൗക്കത്ത്. ഷൗക്കത്തിന് സ്ഥാനമാനങ്ങൾ നൽകുക എന്നത് ആര്യാടൻ മുഹമ്മദ് നൽകുന്നതിന് തുല്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സ്ഥാനാർത്ഥി നിർണയം. അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയ അഭിപ്രായം, ആ അഭിപ്രായം അത് തൽക്കാലം അംഗീകരിക്കാൻ നമുക്ക് സാധിക്കാത്തൊരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് നമ്മുടെ നേതാക്കന്മാരായ രണ്ടുപേരും തീരുമാനമെടുത്തു. പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് നീരസം വന്നു. അത് സ്വാഭാവികമാണ്. അതൊന്നും നമ്മളും അൻവറും തമ്മിലുള്ള ബന്ധത്തെ ഒരു പോറലേൽപ്പിക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്ന് ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത ഞാനത് അദ്ദേഹത്തെ
അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ഡീറ്റെയിലായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കോൺഗ്രസും അൻവറും തമ്മിലുള്ള ബന്ധം ഒരു വലിയ രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ ഒരു ചരിത്രപരമായ ഡീവിയേഷൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ആർക്കും വേണ്ട. ഞങ്ങൾ എല്ലാവരുടെ പുറകിലാണ്. കോൺഗ്രസ് അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അൻവറും അതിൽ നിന്ന് പുറകോട്ടല്ല. അൻവറിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു മുന്നണിക്കകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കകത്ത് വരുമ്പോൾ സ്വന്തം പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നില്ലേ? അവൻ വേണം ഇവൻ വേണം എന്നെല്ലാവരും പറയുന്നില്ലേ? അത് സ്വാഭാവികമല്ലേ? ആ സ്വാഭാവികതയിൽ ഒന്നെല്ലാം നടത്താൻ പറ്റുള്ളൂ. അത് നടത്തി കഴിഞ്ഞു പറഞ്ഞു. എല്ലാ നേതാക്കന്മാരും ഏകകണ്ഠേന എടുത്ത തീരുമാനമാണ്. അൻവർ UDF മുന്നണിയുടെ ഭാഗമാകും. അദ്ദേഹത്തിന്റെ താൽപ്പര്യങ്ങൾ പരമാവധി സംരക്ഷിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്ന് കെ സുധാകരൻ പറഞ്ഞു. അതേസമയം അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചാലും UDFനെ ബാധിക്കില്ലെന്നും സുധാകരൻ പറഞ്ഞു. ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ പൂട്ടാനുള്ള ഉത്തരവ് മരവിപ്പിച്ചു. സ്റ്റേഷൻ തുടർന്നും പ്രവർത്തിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ ഉത്തരവിറങ്ങി. തീരുമാനം BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ മന്ത്രി അറിയിച്ചു. BJPയുടെ ശക്തമായ ഇടപെടലാണ് ഫലം കണ്ടതെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ പറഞ്ഞു. ചിറക്കൽ കോവിലകം വലിയ രാജ CK രാമവർമ്മ രാജീവ് ചന്ദ്രശേഖരെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. ചിറക്കൽ സ്റ്റേഷൻ നഷ്ടത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടി തിങ്കളാഴ്ച മുതൽ നിർത്താൻ പാലക്കാട് കമേഴ്ഷ്യൽ വിഭാഗമാണ് തീരുമാനിച്ചത്. ഇതിനെതിരെ പ്രതിഷേധവും ഉയർന്നിരുന്നു. ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ പൂട്ടുന്നതിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമരം നടന്നു. ശതാബ്ദി പിന്നിട്ട ചിറക്കൽ സ്റ്റേഷൻ 1904 സ്ഥാപിതമായത്. BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ BJP സംസ്ഥാന പ്രസിഡന്റിനും റെയിൽവേ മന്ത്രിക്കും പാലക്കാട് ഡിവിഷണൽ DRMനും നിവേദനം നൽകിയിരുന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിന്റെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ തുറന്നു പ്രവർത്തിക്കാൻ ഉത്തരവിറങ്ങിയതെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാറും അറിയിച്ചു. കണ്ണൂർ കലക്ട്രേറ്റിൽ റവന്യൂ റിക്കവറി വിഭാഗം ഭൂമി തരംതിരിക്കൽ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. ഭൂമി തരംതിരിക്കലുമായി ബന്ധപ്പെട്ട് നിരവധി അപേക്ഷകൾ ഓഫീസിൽ കെട്ടിക്കിടക്കുന്നുണ്ടെന്നും ഡെപ്യൂട്ടി കലക്ടർ സിരോഷ് P ജോണിന്റെ അലംഭാവത്തെ തുടർന്നാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും പരാതി ഉയർന്നതിനെ തുടർന്നാണ് റെയ്ഡ്. നിലവിൽ സിരോഷ് P ജോൺ സസ്പെൻഷനിൽ കഴിയുകയാണ്. റെയ്ഡിൽ നിരവധി അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തി. ഡെപ്യൂട്ടി കലക്ടർ സിരോഷ് P ജോണിന്റെ അലംഭാവത്തെ തുടർന്നാണ് ഇങ്ങനെ പരാതികൾ കെട്ടിക്കിടക്കാൻ കാരണമായതെന്നും ഈ വിഷയത്തിൽ പരാതി ഉയർന്നതിനെ തുടർന്നാണ് സിരോഷ് P ജോൺ സസ്പെൻഷനിൽ കഴിയുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇൻസ്പെക്ടർ P സുനിൽകുമാർ, ASI EK രാജേഷ്, സീനിയർ CPO അജീഷ് എന്നിവരും ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെ ഫിനാൻസ് ഓഫീസർ KV മുകുന്ദനും ഓഫീസ് റെയ്ഡിൽ പങ്കെടുത്തത്. ഭൂമി തരംതിരിക്കലുമായി ബന്ധപ്പെട്ട 500ഓളം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നതായി വിജിലൻസ് റെയ്ഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. സിറ്റി ന്യൂസ് കണ്ണൂർ. വാരാന്ത്യത്തിൽ ഇനിയൊരു ഇടവേള. സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കെട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ത്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. വാർത്തയിലേക്ക്.
MBBS വിദ്യാർത്ഥിക്ക് നേരെ SFI നേതാവിന്റെ ഭീഷണി. കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിക്ക് നേരെയാണ് ഭീഷണി. SFIക്കെതിരെ ഇലക്ഷനിൽ പ്രവർത്തിക്കരുത് എന്ന് പറഞ്ഞാണ് MBBS വിദ്യാർത്ഥി മുനീറിന് നേരെ SFI ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോയലിൻ ഭീഷണി മുഴക്കിയത്. അമ്മയാണേ സത്യം, നിന്റെ കാല് തല്ലി പൊട്ടിക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെയാണ് SFI നേതാവിന്റെ ഭീഷണി. UUC സ്ഥാനത്തേക്ക് KSU മുന്നണി സ്ഥാനാർത്ഥി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കാലവർഷം കലിതുള്ളി. പുഴാതി സോണലിൽ മഴക്കെടുതി കാരണം കനത്ത നാശനഷ്ടം. കനത്ത മഴയിലും കാറ്റിലും പുഴാതി സോണലിലെ കക്കാട്, അത്താഴക്കുന്ന് ഭാരതീയ വിദ്യാഭവൻ, ഇടച്ചേരി വയൽ എന്നിവിടങ്ങളിൽ ജനജീവിതം ദുസ്സഹമായി. അത്താഴക്കുന്ന്, ഇടപ്പറമ്പ് വയൽ പ്രദേശത്ത് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. നിരവധി മരങ്ങൾ കടപുഴകി വീണ് വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കക്കാട് പുഴ കരകവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. വാഹന ഗതാഗതം തടസ്സപ്പെട്ടു. കക്കാട് ഭാരതീയ വിദ്യാഭവനിലും വെള്ളം കയറി. ഇടച്ചേരി വയൽ പ്രദേശത്ത് വെള്ളക്കെട്ടുമുണ്ട്. മരങ്ങൾ കടപുഴകി വീണും യാത്രാക്ലേശം രൂക്ഷമായിട്ടുണ്ട്. കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, ഡെപ്യൂട്ടി മേയർ P. ഇന്ദിര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളിയാവൂർ, കൌൺസിലർ കൂക്കിരി രാജേഷ്, KPA സലീം, മുരളി അത്താഴക്കുന്ന് തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. സിറ്റി ന്യൂസ്, കണ്ണൂർ. ശക്തമായ കാറ്റിൽ വലിയന്നൂരിൽ റോഡിൽ മരം വീണ് ഗതാഗതം സ്തംഭിച്ചു. കണ്ണൂർ മട്ടന്നൂർ റോഡിൽ വലിയന്നൂർ റേഷൻ പീടികയ്ക്ക് സമീപമാണ് കൂറ്റൻ മരം റോഡിലേക്ക് വീണത്. രാവിലെ 7 മണിയോടുകൂടി ആഞ്ഞടിച്ച ശക്തമായ ചുഴലിക്കാറ്റിലും മഴയിലുമായിരുന്നു മരം റോഡിലേക്ക് കടപുഴകി വീണത്. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. മുണ്ടേരി വലിയന്നൂർ ഭാഗത്തു നിന്നാണ് ചുഴലിക്കാറ്റ് പോലെ ശക്തമായ കാറ്റ് വന്നതോടുകൂടി സമീപത്തെ ഫ്ലവർ മിൽ, എളയാവൂർ ധർമ്മോദയം LP സ്കൂൾ എന്നിവയ്ക്കും കേടുപാടുകൾ സംഭവിക്കുകയും നിരവധി മരങ്ങൾ റോഡിന് കുറുകെ കടപുഴകി വീഴുകയും ഗതാഗതം സ്തംഭിക്കുകയും വൈദ്യുതി തൂണുകളും തകരുകയും ചെയ്തതായി കൗൺസിലർ PP വത്സൻ പറഞ്ഞു. ഈ കാലോടുകൂടിയാണ് ഒരു ചുഴലിക്കാറ്റ് ഈ മേഖലയിലാകെ ആഞ്ഞടിച്ചത്. അത് ഭീതിതമായൊരു അനുഭവമാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അത് ഇത് മുണ്ടേരി വലിയന്നൂർ ഭാഗത്ത് നിന്ന് ഈ എളയാവൂരിൻ്റെ ഈ പ്രദേശത്തേക്കാണ് വന്നത്. വളരെ ദുരിതങ്ങളാണ് അത് വിതച്ചിട്ടുള്ളത്. നിരവധി കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ മരങ്ങൾ എല്ലാം പൊട്ടിവീണു. ഇലക്ട്രിക് ലൈനുകൾ, ഇലക്ട്രിക് കമ്പികളെല്ലാം പൊട്ടിവീണു. അത് മാത്രമല്ല, ഇവിടെ കച്ചവടം ചെയ്തിരുന്ന ഒരു പെട്ടിപ്പൊടിയ കച്ചവടക്കാരൻ പെട്ടിയടക്കം എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവുകയും താഴേക്ക് പോവുകയും ചെയ്തു. അയാൾക്ക് പരിക്ക് പറ്റി. അങ്ങനെ ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു ദുരന്തമാണ് ഈ മേഖലയിലാകെ വന്നിട്ടുള്ളത്. ജനങ്ങളാകെ ഭീതിയിലാണ്. നിരവധി സന്നദ്ധ പ്രവർത്തകരും ഫയർ സർവീസുമെല്ലാം ഒത്തുചേർന്നുകൊണ്ടാണ് ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. കണ്ണൂരിൽ നിന്നും ഫയർഫോഴ്സും നാട്ടുകാരും ചക്കരക്കൽ പോലീസും സ്ഥലത്തെത്തിയാണ് മരങ്ങളും മറ്റും മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സ്ഥലം സന്ദർശിച്ചു. ഇവിടെ എത്തിയപ്പോഴാണ് ഗൗരവം മനസ്സിലായതെന്നും കാലവർഷക്കെടുതി അതിരൂക്ഷമായിരിക്കുകയാണെന്നും പ്രകൃതിക്ഷോഭത്തിന് ഒന്നും ചെയ്യാനില്ലെന്നും അടിയന്തര പ്രാധാന്യത്തോടെ ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട നടപടി കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. ഇവിടെ എത്തിച്ചേർന്നപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത്. നാട്ടിൻ്റെ നാനാഭാഗങ്ങളിലും ഇതുപോലുള്ള വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ പ്രകൃതിക്ഷോഭത്തിന് മുമ്പിൽ മറ്റൊന്നും ചെയ്യാനില്ല. പ്രകൃതിക്ക് ശേഷം കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇത്തരം സംഭവങ്ങൾ ഉത്തരവാദപ്പെട്ട് ശ്രദ്ധപ്പെടുത്തു. വലിയന്നൂർ മുണ്ടേരി റോഡിൽ കള്ളുഷാപ്പിന് മുൻവശം കൂറ്റൻ മരം കടപുഴകി വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഇലക്ട്രിസിറ്റി ജീവനക്കാർ തകർന്ന ലൈനുകളും പോസ്റ്റുകളും മാറ്റി വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. 1 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായി വസുമതി ഫ്ലോർ മിൽ ഉടമയുടെ മകൾ റിനി പറഞ്ഞു. ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് എല്ലാ മരങ്ങളും വീട് ഇവിടെ മുഴുവനായിട്ട് നശിച്ച രീതിയിലാണുള്ളത്. മേലെയുള്ള നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. അത്രയൊന്നും മതിയാവില്ല. ഉള്ളിൽ മെഷീനറീസ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക്കിൻ്റെ ബോർഡ് മുഴുവൻ നശിച്ച രീതിയിലാണുള്ളത്. സമാനമായ സംഭവം തൊട്ടടുത്ത ദിവസം അടുത്ത പ്രദേശമായ വാരം, പെരിങ്ങളായി ഭാഗങ്ങളിലും സംഭവിച്ച് നിരവധിയായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഒരു പാട്ടിലൂടെ സോഷ്യൽ മീഡിയ വഴി 1 മില്യണിലധികം ആസ്വാദകരെ സ്വന്തമാക്കിയ ശ്രീധരൻ നമ്പ്യാർക്ക് ശ്രീധര ഗീതം പരിപാടിയിലൂടെ ആദരം നൽകി കണ്ണൂർ ടൗൺ സ്ക്വയർ സിംഗേഴ്സ്. ചേംബർ ഹാളിൽ നടന്ന പരിപാടി പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ശ്രീധരൻ പാടിയ പാട്ടിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുകയും അത് ആസ്വദിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. സംഗീതം അത് പ്രകൃതിയുടെ ഒരു നാദവിസ്മയമാണ്.
പ്രപഞ്ചത്തോളം പ്രദർശനമായതാണ് സംഗീതം. ആ സംഗീതത്തിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ലോകചക്രവാളത്തിൽ അതിർവരമ്പുകളുമില്ല. അതെല്ലാം ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന വ്യാപരിക്കുന്ന പ്രകൃതിയുടെ അനശ്വരമായ ചൈതന്യമാണ് സംഗീതം. ലഹരിക്കെതിരെ പാട്ട് ലഹരി എന്ന പേരിൽ തളാപ്പ് രാജേന്ദ്ര പാർക്കിൽ നടന്ന ഗാനസന്ധ്യയിൽ റിട്ടയർഡ് എഞ്ചിനീയർ കൂടിയായ ശ്രീധരൻ നമ്പ്യാർ പാടിയ പാട്ടാണ് വൈറലായത്. പതിനായിരത്തോളം കമന്റാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത്. സംഗീത പാരമ്പര്യമുള്ള കുടുംബമാണ് ശ്രീധരൻ നമ്പ്യാരുടേത്. ചെറുപ്രായത്തിൽ സംഗീതം അഭ്യസിച്ചുവെങ്കിലും പിന്നീട് എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിച്ചതോടെ സംഗീതത്തെ തുടർന്നു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. റിട്ടയർമെന്റിനു ശേഷം സംഗീതത്തെ വീണ്ടും ചേർത്തുപിടിച്ചെന്ന് പറഞ്ഞ ശ്രീധരൻ നമ്പ്യാർ വൈറലായ ഗാനം ഒരിക്കൽ കൂടി ആലപിച്ചു. ലഹരിക്കെതിരെ പാട്ടിനെ ലഹരിയാക്കി പാടിപ്പാടി വൈറലായ ഒരാൾ 13 ലക്ഷത്തിലധികം വരുന്ന സംഗീത ആസ്വാദകരെ സ്വന്തമാക്കിയാൽ നമ്മുടെ സ്വന്തം ശ്രീധരേട്ടൻ സിറ്റി ചാനലിനൊപ്പം ഇന്ന്. ശ്രീധരേട്ട, ഈ പാട്ട് ഒരു ദൈവാനുഗ്രഹമാണ്. അത് പാടാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്. ഇപ്പോൾ കണ്ണൂർ സ്ക്വയർ സിംഗേഴ്സ് ഇന്ന് ശ്രീധരേട്ടന് ഇവിടെ ഒരു ആദരം നൽകുന്നുണ്ട്. ശരിക്ക് ഈ പാട്ടിന് കിട്ടുന്നൊരു അവാർഡല്ലേ അത്? അതെ, ഇത് ഞാൻ മിക്ക ദിവസങ്ങളും ആഴ്ചയിൽ 3 ദിവസങ്ങളും അവിടെ പോയിട്ട് അവരുടെ കൂടെ പോയി പാടാറുണ്ട്. ഈ അവസരം എന്ന് പറഞ്ഞത് ഒരു നിമിത്തം, ദൈവ നിമിത്തമാണ്. കാരണം ഇത് ഞാൻ പ്രതീക്ഷിച്ചതൊന്നുമല്ല. ഞാൻ ഇതേ പാട്ട് തന്നെ പല സ്ഥലങ്ങളിലും പാടിയതാണ്. പക്ഷേ AKG ഹോസ്പിറ്റലിന് മുമ്പിൽ ഒരു പാർക്കുണ്ട്, രാജേന്ദ്ര പ്രസാദ് പാർക്കിലാണ് വെച്ച് പാടിയപ്പോൾ, അതും ഏറ്റവും ലാസ്റ്റ് പാട്ടായിരുന്നു ഇത്. പാടിയപ്പോൾ തന്നെ ആരും വീഡിയോ എടുക്കാൻ പോലും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരാളോട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഹാങ് ആയിപ്പോയി, ഇതൊന്നും നടക്കാത്ത കാര്യമാണെന്ന് പറഞ്ഞു. അവസാനം അവിടുത്തെ ദൂരെ ഇരിക്കുന്ന ഒരാളോട് എൻ്റെ ഭാര്യ പറഞ്ഞു ഒന്ന് എടുക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇത് എടുക്കുന്നതും. അദ്ദേഹം വളരെ ട്രിം ചെയ്ത് ചെറിയ ഷോർട്ടായിട്ട് എടുത്തു. അത് അയാളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തു. പിറ്റേന്ന് രാവിലെ എൻ്റെ ഒരു കസിൻ എറണാകുളത്ത് നിന്ന് പറയുന്നു, ചിറ്റപ്പ നിങ്ങളുടെ പാട്ട് വൈറലായിട്ടെന്ന് തോന്നുന്നു, കറങ്ങി തിരിഞ്ഞ് എവിടേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെയാണ് വിളിക്കുന്നത്. 800 പേര് ഇതിൽ അന്ന് ഓൾറെഡി കണ്ടു. വൈകുന്നേരം പറയുന്നത് 8000 പേരായിരുന്നു. അങ്ങനെ ഒരു 4-5-6 ദിവസം കൊണ്ട് ഇതൊരു 1 മില്യനായി തീർന്നു. അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം. ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഡോക്ടർ സുരേഷ് നമ്പ്യാർ, ഹാരിസ് മരക്കാർക്കണ്ടി, സിദ്ദിഖ് തുടങ്ങിയവർ പാട്ടുപാടി സദസ്സിന്റെ കയ്യടി നേടി. കവിയും ഗാനരചയിതാവുമായ VT മുരളി മുഖ്യാതിഥിയായി. ഡോക്ടർ സുരേഷ് നമ്പ്യാർ, ഡോക്ടർ മേരി ഉമ്മൻ, റഷീദ് കവായി, സജീവൻ ചെല്ലൂർ, ജയരാജൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. വർഷങ്ങളായി കണ്ണൂരിലുള്ള സംഗീത കൂട്ടായ്മയാണ് ടൗൺ സ്ക്വയർ സിംഗേഴ്സ്. സംഗീതത്തിന് പ്രായം ഒരു തടസ്സമല്ല. ഇത്രയും നല്ല ശബ്ദമാധുര്യത്തോടുകൂടി പാടാൻ കഴിഞ്ഞ ശ്രീധരേട്ടന് ഇനിയും ഒരുപാട് ഗാനങ്ങൾ ആലപിക്കാൻ കഴിയട്ടെ. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ. വോയിസ് ആൻഡ് സോളോയിങ് പ്രശ്നങ്ങൾക്ക് സമഗ്ര ചികിത്സയുമായി സുസജ്ജമായ വോയിസ് ആൻഡ് സോളോയിങ് ക്ലിനിക്കിന് കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തുടക്കമായി. ക്ലിനിക്കിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം PRS ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ലാരിംഗോളജിസ്റ്റ് ഡോക്ടർ ജയകുമാർ മേനോൻ നിർവഹിച്ചു. സൗണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ശബ്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കും ഇവിടെ ഫലപ്രദമായ ചികിത്സ ലഭിക്കും.
ചടങ്ങിനോടനുബന്ധിച്ച് ENT ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗം വോയിസ് ആൻഡ് തൈറോയിഡ് വിഷയത്തിൽ CMEയും സംഘടിപ്പിച്ചു. ENT ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ക്ലിനിക്കിൽ ENT സർജൻമാർ, സോളോയിങ് തെറാപ്പിസ്റ്റുകൾ, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഡയറ്റീഷ്യന്മാരുടെ സേവനം ഒരുമിച്ച് ഒറ്റ കൺസൾട്ടേഷനിൽ ഇവിടെ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൂടാതെ ലാരിംഗോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുമായി കൺസൾട്ടേഷൻ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എൻഡോസ്കോപ്പി, ഫ്ലെക്സിബിൾ ആൻഡ് ട്രാൻസ് നെയ്സൽ ഈസോഫംഗോസ്കോപ്പ്, തൊണ്ടയിലെ ക്യാൻസർ കണ്ടെത്തുന്നതിന് നാരോ ബാൻഡ് ഇമേജിംഗ് പോലെ അത്യാധുനിക സൗകര്യങ്ങൾ തുടങ്ങി അത്യാധുനിക പരിശോധനാ സംവിധാനങ്ങളും വോയിസ് ആൻഡ് സോളോയിങ് ക്ലിനിക്കിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്. സ്ട്രോക്ക്, തൈറോയിഡ് തുടങ്ങിയ രോഗങ്ങൾ മൂലമോ അപകടങ്ങൾ മൂലമോ ശബ്ദം നഷ്ടപ്പെടുന്നവർക്കും കൂടാതെ പാട്ടുപാടുന്നവർ, സൗണ്ട് ആർട്ടിസ്റ്റുകൾ തുടങ്ങിയവർക്കും ഉണ്ടാകുന്ന ശബ്ദം നഷ്ടപ്പെടുന്നതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഫലപ്രദമായ ചികിത്സയും ഇവിടെ ലഭ്യമാണ്. Quarter century. This is a very good, happy moment for me because I want the laryngology to develop, and laryngology was actually a very dormant specialty till 3-4 years back, I will say that. But over the last 2 years, I have seen the spurt. The number of laryngology. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ നാസർ, ENT ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ പത്മനാഭൻ, ENT ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി കൺസൾട്ടന്റ് ഡോക്ടർ ജാബിർ ബിൻ ഉമർ, കണ്ണൂർ AOI പ്രസിഡന്റ് ഡോക്ടർ അരുൺ ദിവാകരൻ, ENT ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി കൺസൾട്ടന്റ് ഡോക്ടർ പ്രിയദർശിനി T എന്നിവരും സംസാരിച്ചു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കിം ശ്രീചന്ദ് ആശുപത്രിയും ഇന്ത്യയിലെ മുൻനിര ആംബുലൻസ് സേവന ദാതാക്കളായ റെഡ് ഹെൽത്ത് കമ്പനിയുമായി ചേർന്ന് കേരളത്തിൽ ആദ്യമായി സൗജന്യ റെഡ് ആംബുലൻസ് സേവനം തുടങ്ങി. മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗും കോർപ്പറേഷൻ മേയർ മുസ്ലിഫ് മഠത്തിലും ചേർന്ന് റെഡ് ആംബുലൻസ് സേവനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോൾ ലഭിച്ചാൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ ആംബുലൻസിന്റെ സേവനം സൗജന്യമായി ലഭിക്കുമെന്ന് ആശുപത്രി CEO ഫർഹാൻ യാസിൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അത്യാധുനിക ഉപകരണങ്ങളും പരിശീലനം ലഭിച്ച മെഡിൽ ടീമോട് കൂടിയ ആംബുലൻസിൽ വെച്ച് രോഗിക്ക് ആശുപത്രിയിൽ എത്തിക്കും മുമ്പ് തന്നെ അടിയന്തര ചികിത്സ നൽകാൻ കഴിയുമെന്ന് ആശുപത്രി CEO ഫർഹാൻ യാസിൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു പേഷ്യന്റിനെ പെരിഫറിൽ നിന്ന് പിക്ക് ചെയ്യുന്ന സമയത്ത് ഇനി എമർജൻസീസ് ഫസ്റ്റ് കോൾ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് അപ്പം തൊട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതായത് ആ ആംബുലൻസിലുള്ള ഒരു സ്റ്റാഫ്, EMT സ്റ്റാഫ് അല്ലെങ്കിൽ ഡോക്ടർ വേണ്ട കേസാണെങ്കിൽ ഡോക്ടർ, ഇവർ രണ്ടുപേരും ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സും തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും. റിയൽ ടൈം പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലുള്ള ഡോക്ടേഴ്സിന് കാണാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് എന്താ വേണ്ടതെന്ന് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് നമുക്കിത് GPS ട്രാക്ക് ചെയ്യാൻ പറ്റും ആംബുലൻസിൻ്റെ മൂവ്മെൻറ്റ്. ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സർജിക്കൽ കേസാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ഡിലേ തിയേറ്റർ റെഡിയാക്കി വെക്കാൻ പറ്റും. കാത്ത് ലാബ് ആണെന്നുണ്ടെങ്കിൽ ഒരു എലക്റ്റീവ് കേസ്, ആ സമയത്തൊരു എലക്റ്റീവ് ആൻജിയോപ്ലാസ്റ്റി നടക്കുകയാണെങ്കിൽ അത് മാറ്റി വെച്ച് ഒരു എമർജൻസി കാത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഒന്ന് ട്രീറ്റ്മെൻറ്റ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തത് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാലും ഡിലേ ഇല്ലാതെ ഡയറക്റ്റ്ലി പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ സെക്കൻഡിലും ആ ഹാർട്ട് മസിൽസ് നശിച്ചുകൊണ്ടിരിക്കുക, ബ്ലഡ് സപ്ലൈ എത്താതെ. എത്ര നേരത്തെ തുറന്നു കൊടുക്കുന്നത് അത്രയും നല്ലതാണ് പേഷ്യൻ്റെ റിക്കവറി ഔട്ട്കം. അപ്പോൾ ഔട്ട്കം എങ്ങനെ കൂട്ടാമെന്നുള്ള ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഈ അസോസിയേഷൻ തുടങ്ങുന്നത്. രാജ്യത്തെ 10,000-ലധികം ആംബുലൻസുകൾക്ക് സേവനം നൽകുന്ന റെഡ് ഹെൽത്ത് കമ്പനിയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. റോഡ്, റെയിൽ, എയർ ഉൾപ്പെടെയുള്ള രംഗത്ത് മികച്ച ആംബുലൻസ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് റെഡ് ഹെൽത്ത് എന്നും കോൾ ലഭിച്ചാൽ 10 കിലോമീറ്റർ ചുറ്റളവിൽ ആംബുലൻസിന്റെ സേവനം സൗജന്യമായാണെന്നും അദ്ദേഹം അറിയിച്ചു. 24 മണിക്കൂറും ഈ സൗജന്യ സേവനം ലഭ്യമാകും. ഇന്ത്യയിൽ 10,000-ലധികം ആംബുലൻസുകൾക്ക് സേവനം നൽകുന്ന റെഡ് ഹെൽത്ത് കമ്പനിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. റോഡ്, റെയിൽ, എയർ ഉൾപ്പെടെയുള്ള രംഗത്ത് ഏറ്റവും മികച്ച സേവനം നൽകുന്ന കമ്പനിയാണ് റെഡ് ഹെൽത്ത്. 8590017050 എന്ന നമ്പറിൽ സേവനം വേണ്ടവർ വിളിക്കണം. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ ദിൽഷാദ്, തൗസീഫ്, അഭിറാം എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇതോടെ വാരാന്ത്യം പൂർണ്ണമാകുന്നു. നമസ്കാരം.